ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എന്ന് നമുക്ക് കള്ളില്ലാതെ ഒരു കള്ളപ്പം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പി കുറുക്കാനായിട്ട് 3 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിലേക്ക്. ഇത് കൈ എടുക്കാതെ നമ്മൾ ഇത് കുറുകി വരുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. 3 സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരിപ്പൊടി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അളവിന് കുറുക്കി എടുക്കണം. നമ്മൾ അരയ്ക്കാനുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി. ഈ കപ്പിന് 2 കപ്പ് പച്ചരി എടുത്ത് കഴുകി കുതിർത്തി വെച്ചതാണ് 4 മണിക്കൂർ. ഇനി നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. കപ്പി കുറുക്കിയത് നിങ്ങൾ ഇട്ട് കൊടുത്ത് അരയ്ക്കാം. ഈ മിക്സിനകത്ത് 1/4 കപ്പ് തേങ്ങാവെള്ളവും 2 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഈസ്റ്റും ചേർത്ത് തലേദിവസം വെച്ചതാണ്. ഇതൊഴിച്ച് അരയ്ക്കാം. ഇതിലേക്ക് തേങ്ങ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒത്തിരി അരിഞ്ഞു പോകണ്ട, തരി തരുന്നൊന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 8 മണിക്കൂർ ഓവനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ 8 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അരച്ചു വെച്ച മാവ് നോക്കാം. അത് നല്ലോണം പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നമുക്ക് തുറന്നു നോക്കാം. അപ്പം നല്ലത് തുളയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം റെഡിയായി. നമുക്കിനി ബാക്കി മാവെല്ലാം ഓരോന്നായി ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡിയായി. ചിക്കനും ബീഫും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന കള്ളപ്പമാണ്. നല്ല സോഫ്റ്റായ കള്ളപ്പമാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമന്റ് ചെയ്യണേ.